മധുരമില്ലാത്ത കട്ടൻ ചായൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പോ ഈ അവല് വിളയിച്ചത്. പണ്ടൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേ വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ ഈ അവല് വിളയിച്ച് തരുമ്പോൾ കഴിക്കൂലായിരുന്നിട്ടാ. ഇന്നിപ്പോൾ അങ്ങനെ ഒന്നല്ല. ഇപ്പോൾ ഈ പണ്ടത്തെ പലഹാരങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇഷ്ടമുള്ളത്. അവല് വിളയിച്ചത് കുറച്ച് ദിവസമൊക്കെ കേടുകൂടാതെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റൂട്ടാ. ഇതിലേക്ക് ആദ്യം ശർക്കരപ്പാനി ഉണ്ടാക്കുക. ഇത് അധികം ലൂസാവും ചെയ്യരുത്, അതേപോലെ കട്ടിയാവും ചെയ്യരുത്. എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കട്ടോ. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക. ഇനി കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് പശുവിൻ്റെ നെയ്യ് ഒഴിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും പൊട്ടുകടലയും മുന്തിരിയും ചേർത്ത് കൊടുക്കുക. ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ചെറുകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് തേങ്ങ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് അവലും കൂടി ചേർത്ത് കൊടുക്കട്ടോ. ഏത് അവലായാലും കുഴപ്പമില്ല. എന്നിട്ട് ഈ അവലുമ ശർക്കര പിടിക്കണ വരെ ഇത് കൈ വിടാതെ ഇളക്കി കൊടുക്കുക. പിന്നെ പഞ്ചസാര ഏലക്കായും പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കട്ടോ. നമ്മൾ അവല് വെളിയിച്ച് ഇവിടെ റെഡി ആയിക്കണേ.